അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിലേക്ക്. അപ്പോൾ ഞാൻ ഫോട്ടോസിന് കുരീസിൻ്റെ പള്ളിയിലേക്ക് പോകുന്ന ഒരു വ്ലോഗാണ്, ചെറിയൊരു മിനി വ്ലോഗാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്നത്. അതും കുരീസിൻ്റെ പള്ളിയിലേക്ക് പോകുന്നത് ബോട്ടിൽ ആദ്യമായിട്ടാണ്. 9 വർഷം ഞാനിവിടെ എറണാകുളത്ത് വന്നിട്ട്. അപ്പോൾ ഇത്രയും നാളിനിടയിൽ ഞാൻ ആദ്യമായിട്ടാണ് ബോട്ടിൽ കുരിയസിൻ്റെ പള്ളിയിൽ പോകുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ബോട്ടിൽ പോയപ്പം കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയി. എന്താ പറയുക, രാവിലെ ഒരു 9:30-10 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബോട്ടിൽ കയറിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ടീയുടെ കുറേ കത്തിവെപ്പൊക്കെ ഉണ്ട്. ഞാനും എൻ്റെ സുഹൃത്തും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചാണ് പോയത്. ആളുടെ പേര് ടിയ എന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ബോട്ടിൽ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു പോവുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കിതൊരു വലിയൊരു കാഴ്ചകൾ തന്നെയായിരുന്നു. ഓരോ കപ്പലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അവിടെ നിന്ന് ഓട്ടോ എടുത്തു. നമ്മൾ 40 രൂപ ആയതുള്ളൂ ഓട്ടോ ചാർജ്. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കുരിയസിൻ്റെ പള്ളിയിലേക്ക് പോകണം. അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ടിയോട് ഞാൻ പറയണം, അതിൽ ചെറിയൊരു വ്ലോഗ് ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണെന്ന് പറഞ്ഞപ്പോൾ അവൾ സുന്ദരിയാകാനായിട്ട് പെട്ടെന്ന് മുടിയൊക്കെ സെറ്റാക്കാനായിട്ട് പോവാണ്. നമുക്ക് പെട്ടെന്ന് നാണം വന്നു. കുട്ടി പെട്ടെന്ന് അപ്പം സുന്ദരിയായി, ഇനി എടുത്തോളാൻ പറഞ്ഞു. കുട്ടിയുടെ നൈസ് എക്സ്പ്രഷനൊക്കെ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ ഇങ്ങനെ ഓരോ കത്തിയൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ പോയി പെട്ടെന്ന് അവിടെ എത്തി. അങ്ങോട്ട് എത്തുമ്പോൾ ഒരു എന്താ പറയുക, വേറൊരു ഫീലാണ്. അങ്ങോട്ട് എത്തുമ്പോൾ ഒരു ഭയങ്കര ആയുർവേദ കടകളുടെയൊക്കെ മണം, അങ്ങനെ എന്തോ ഹോൾസെയിൽ കുറേ അങ്ങനെ പച്ചമരുന്നുകളുടെയൊക്കെ ഒരു മണം പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ആ ഒരു റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിപ്പോൾ തോന്നിയത്. അങ്ങനെ നമ്മൾ കുരിയസിൻ്റെ നടയിൽ എത്തി. അവിടെ ഇറങ്ങി നമ്മൾ ഓട്ടോയുടെ ക്യാഷൊക്കെ കൊടുത്തു. നമ്മൾ കുരിയസിൻ്റെ നടയിലെത്തി. അവിടെ നമ്മൾ ഒരു മുല്ലപ്പൂമാല കുരിയസിന് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് വിശ്വാസം. ഞാനും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എല്ലാം കുരിയസ് നടത്തി തരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തിരിച്ച് പ്രാർത്ഥിച്ചിറങ്ങി. തിരിച്ചു വരുന്നൊരു കാഴ്ചയാണിത്. ആ ഒരു വഴിയിലെ കാഴ്ചയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ എന്താ പറയുക, കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിക്കണം. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഓട്ടോ എടുത്ത് നേരെ ബീച്ചിലേക്കാണ് പോയത്. അതും എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുവരെ ഫോട്ടോസിൽ വന്ന് എറണാകുളത്ത് ഉണ്ടായിട്ട് പോലും ഫോട്ടോസിൽ വന്ന് ബീച്ചിൽ പോയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല. അതിനൊക്കെ ടിയോട് സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണിത്. അങ്ങനെ ബീച്ചെന്ന് പറയാൻ പറ്റില്ല. ഒരു ഭാഗം കായൽ, ഒരു ഭാഗം കടൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. വലിയ തിരയൊന്നുമില്ല, അങ്ങനെ ഒരു ഇതാണ്. അപ്പം എനിക്ക് അതിൻ്റെ ലൈഫിലൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ഫാമിലികളിൽ നേരത്തെ 2 വട്ടം പോയിട്ടുണ്ടെങ്കിൽ പോലും അത് രാത്രിയിലല്ലേ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു വ്യൂ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി അവിടെ ചെന്ന് ഇങ്ങനെ പോകുമ്പോൾ തന്നെ വഴിയോരത്തൊക്കെ ഇങ്ങനെ ഓരോ ഉപ്പിലിട്ട മാങ്ങ അങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വെള്ളം ഊറിയാണ് ഓട്ടോയിൽ ഇരിക്കുന്നത്. കാരണം എൻ്റെ ഫേവറേറ്റാണ് ഉപ്പുമാങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഓട്ടോ ഇറങ്ങിയതും എൻ്റെ കണ്ണും എല്ലാം ഉപ്പ് ഭരണിയിലോട്ടൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ കയറി. അവിടെ നിന്ന് ഉപ്പുമാങ്ങയൊക്കെ തിന്നിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ പറയണം, അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എത്തി. ഇത് ഫോട്ടോസിലെ കാഴ്ചകളാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ തള്ളി മറിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇവിടെമാരെ ഏതാടാ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള നോട്ടമുണ്ട്. അപ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, നാണം വരുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒടുക്കത്തെ ചൂടായിരുന്നു. അപ്പോൾ ഒരു അമ്മാവൻ്റെ കട കണ്ടു.
എനിക്ക് ഉപ്പുമാവ് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിച്ചു ഞാൻ ടിയയുടെ അടുത്ത് ഇങ്ങനെ ഇതാക്കാണ്. അമ്മാവൻ നല്ല ഫ്രീക്കനാണ്. അമ്മാവൻ കണ്ണാടിയൊക്കെ വെച്ച് നിന്നിട്ട് ഒടുക്കത്തെ കച്ചവടം. അപ്പോൾ എനിക്ക് ലൂബിക്ക മീൻസ് ലോലോലിക്ക വേണം. പിന്നെ ലോലോലിക്ക ഞാൻ പാഴ്സലാണ് വാങ്ങിച്ചത്. അമ്മാവൻ്റെ കടയിലെ ലോലോലിക്ക മാത്രമേ ഉള്ളൂ പൊളി. അമ്മാവൻ ഇപ്പോൾ ഒരു കൂട്ടം വാങ്ങാതിരും. എൻ്റെ പൊന്നളിയാ, ആ കാണാനുള്ള ഭംഗി മാത്രമേ ഉള്ളൂ, ആ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഭംഗി മാത്രമേ ഉള്ളൂ. അമ്മാവൻ്റെ ഉപ്പിലിട്ട മാങ്ങ ഒരു വഴിക്ക് കൊള്ളില്ല, വായി വെക്കാൻ കൊള്ളില്ലായിരുന്നു. സത്യം കുറ്റം പറയുന്നതല്ല കേട്ടോ. എനിക്ക് കാരണം 1 രൂപയ്ക്ക് കൊള്ളില്ലായിരുന്നു. നമ്മൾ അത്രയും കൊത്തി മൂത്തിട്ടാണ് തിന്നാൻ വാങ്ങിയത്. അവസാനം ഞാനത് കളയുണ്ടായി. അങ്ങനെ തന്നെ ഞങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് മോതിരം വേണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, ഇങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ വരുന്ന പെട്ടെന്ന് നമ്മുടെ വീഡിയോ അങ്ങ് തീരാൻ പോവാണ് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാനുള്ള കാര്യം മറന്നുപോയി. പിന്നെ അങ്ങ് ആ മൂടേ അങ്ങ് പോയായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റുമെന്ന് അറിയില്ല, പെട്ടെന്ന് മൈൻഡ് ഔട്ടായി. അങ്ങനെ നമ്മൾ ബീച്ചൊക്കെ കണ്ടു തിരിച്ച് വണ്ടി കയറി വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.